മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ഖബറടക്കും. രാവിലെ 10 മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. അർബുദ രോഗത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ അന്ത്യം. അബ്ദുൾ റഹീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. റഹീമെ, എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? സേതു, നിലവിൽ അന്തരിച്ച മുൻ മന്ത്രിയോടുകൂടിയായിട്ടുള്ള വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വവസതിയിൽ, ആലുവയിലെ സ്വവസതിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ പൊതുദർശനം തുടരുകയാണ്. അല്പസമയം മുമ്പ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ അദ്ദേഹത്തെ നേരിട്ടെത്തി കണ്ട് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഈ വീട്ടിലിപ്പോൾ മതപരമായ ചടങ്ങുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏകദേശം 9 മണിവരെ ഈ വീട്ടിൽ തന്നെ പൊതുദർശനം തുടരും. ഇതിനുശേഷം ആലുവ ആലങ്ങാട് പള്ളി ഖബർസ്ഥാനിലാണ് മൃതദേഹം മറവ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം പാണക്കാട് തങ്ങളടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതിനുശേഷം മറ്റ് ചടങ്ങുകളിലേക്കും മറ്റുമൊക്കെ കടക്കും. നമുക്കറിയാം, താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞെന്നുള്ളത്. എറണാകുളം പോലെയുള്ള ഒരു ജില്ലയിൽ ലീഗ് പോലെയുള്ളൊരു പാർട്ടിയെ വളർത്തിയെടുക്കാൻ അദ്ദേഹം അധ്വാനിച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അത് അത്ര കണ്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ പോലെ കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിരുന്ന എറണാകുളം ജില്ലയിൽ ഈ രീതിയിൽ, അതായത് ലീഗിനെ വളരെയധികം വേരൂന്നി ആ രീതിയിൽ തന്നെ കൊണ്ടുവന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് താഴെത്തട്ടിൽ, അതായത് MSF തുടങ്ങി അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ്. 4 തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. ഇതിൽ 2 തവണ മട്ടാഞ്ചേരിയിൽ നിന്നും 2 തവണ കളമശ്ശേരിയിൽ നിന്നുമായിരുന്നു. മട്ടാഞ്ചേരിയിൽ നിന്ന് 2001-ലും 2006-ലും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയപ്പോൾ 2011-ലും അതുപോലെ തന്നെ 2016-ലും കളമശ്ശേരിയിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. പിന്നീട് ഈ 2016-ന്റെ തുടക്കം 2015-ന് ശേഷമൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു. പിന്നീട് അങ്ങനെ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് വാങ്ങുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് പിന്നെ പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു. ഏതായാലും നിലവിൽ അദ്ദേഹത്തിന്റെ വിയോഗം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ആലുവയിലെ വസതിയിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകൾ, പാർട്ടി പ്രവർത്തകരും അയൽവാസികളും ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകൾ. മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ഖബറടക്കം നടക്കുക. അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.